എന്താ ഏട്ടാ? ഏട്ടൻ കാര്യമായിട്ട് എന്താ ആലോചിക്കാന്ന് തോന്നുന്നു? ഹേയ്, അങ്ങനെ വലിയ കാര്യമായ ആലോചനയൊന്നും അല്ല. എന്തോ എനിക്കങ്ങനെ തോന്നി, അതുകൊണ്ട് ചോദിച്ചതാ. ലീലാമ്മയുടെ പേര് കേട്ടപ്പോ ഏട്ടനെന്താ ഞെട്ടിയത്? അല്ല, അത് ആ പേര് കേൾക്കുമ്പോ എനിക്ക് എപ്പോഴും ഒരു ആധിയാ. ഏട്ടനാ SP ചെന്നൊന്ന് കാണണം. ലീലാമ്മയെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയോന്നൊന്ന് അന്വേഷിക്കണം. നമ്മളെന്തിനാ അങ്ങോട്ട് പോയി അന്വേഷിക്കണത്? ദേവ് ഇവിടെ ഉള്ളതുകൊണ്ട് എന്തെങ്കിലും വിവരം കിട്ടിയാൽ നമ്മളും അറിയുമല്ലോ. അങ്ങനെയല്ല ഏട്ടാ, ദേവ് ഇവിടെ ഉണ്ടെന്ന് കരുതി ലീലാമ്മയുടെ കാര്യത്തിൽ നമ്മൾ അങ്ങനെ അലംഭാവം കാണിച്ചുകൂടാ. ഇവിടുത്തെ ഓരോരോ പ്രശ്നങ്ങളും ഉണ്ട്. ലീലാമ്മയുടെ കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ആരെങ്കിലും കൊണ്ടൊന്ന് വിളിച്ച് പറയിച്ച് അന്വേഷണം ഊർജിതമാക്കണം. ശരിയായ ദിശയിൽ ഒരു അന്വേഷണം നടത്തിയാലേ കുറ്റവാളി ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റൂ. അത് അന്വേഷണം ഊർജിതമാക്കണമെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ വാശി പിടിക്കാനും നിൽക്കണ്ട. ചിലപ്പോൾ അതുകൊണ്ട് നാളെ നമുക്ക് തന്നെ ദോഷമുണ്ടായാലോ. ഏട്ടൻ ഉദ്ദേശിച്ചതെന്താന്ന് എനിക്ക് മനസ്സിലായി. എന്റെ മക്കളിൽ ആരെങ്കിലുമാണ് അത് ചെയ്തിട്ടുള്ളതെങ്കിൽ അവരതിനുള്ള ശിക്ഷ അനുഭവിക്കണം. ലീലാമ്മയെ ദ്രോഹിച്ചവർ ആരായാലും അവരെ ഞാൻ വെറുതെ വിടില്ല. അങ്ങനെ തന്നെയല്ലേ ഏട്ടാ വേണ്ടത്? അതെ, അങ്ങനെ തന്നെയാ വേണ്ടത്. എന്താ നിന്റെ ഉദ്ദേശം? എന്തിനു വേണ്ടിയാ നീ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്? അതിന്റെ കാരണം അമ്മയ്ക്ക് അറിയാലോ. പഴയ ബാലാമണിക്ക് പറയാനുണ്ടായിരുന്ന കാരണം എന്താണെന്ന് എനിക്കറിയാം. അമ്മയ്ക്കും അഴകത്തുകാർക്കും വേണ്ടി അങ്ങനെ ഒരു കടുങ്കൈ ചെയ്ത നിന്നോട് ഉള്ളിൽ എനിക്ക് ബഹുമാനം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ അതല്ലല്ലോ സ്ഥിതി. അഴകത്തമ്മ നിന്റെ ശത്രുവല്ലേ? ആ ശത്രുവിനെതിരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ആയുധമല്ലേ ഈ ഞാൻ. എന്താ നീയൊന്നും മിണ്ടാത്തത്? നിന്റെ മനസ്സിലിരിപ്പോ അത് തന്നെയല്ലേ? ദൈവങ്ങൾക്കൊപ്പമായിരുന്നു അമ്മയ്ക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന സ്ഥാനം. ആരൊക്കെ ചതിച്ചാലും തള്ളി പറഞ്ഞാലും അമ്മ എൻ്റെ ഒപ്പം ഉണ്ടായിരിക്കുന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ആ വിശ്വാസ എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടത്. നീ ഇതിനൊക്കെ അവരോട് പകരം ചോദിക്കുമോ മോളെ? അതിൻ്റെ ആവശ്യം എന്താ? എന്തോ എനിക്കങ്ങനെ തോന്നുന്നു. അമ്മേ, എനിക്ക് എൻ്റേതായിട്ടുള്ള ലക്ഷ്യങ്ങളും ഉദ്ദേശ്യങ്ങളും ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് തൽക്കാലം അമ്മ എന്നോട് ചോദിക്കരുത്. പക്ഷേ ഒന്ന് ഞാൻ പറയാം. അഴകത്തമ്മ എന്നെ വിഷമിപ്പിച്ചതിൻ്റെ 100 ഇരട്ടി അഴകത്തമ്മയ്ക്ക് എന്നെ ഓർത്ത് വിഷമിക്കേണ്ടി വരും. അതിനുള്ള സാഹചര്യം ഞാൻ ഉണ്ടാക്കും. എന്നും അഴകത്തമ്മ മാത്രം ജയിച്ചാൽ പോരല്ലോ. വല്ലപ്പോഴുമൊക്കെ നമ്മളിൽ ചിലരും ജയിക്കണ്ടേ? ആ അനന്തു. അമ്മ, ഞാൻ പാലക്കാടെത്തി. അത് പറയാൻ വേണ്ടി വിളിച്ചതാ. നീ ആ ഡോക്ടറെ വിളിച്ചോ? അഭിയേട്ടത്തി എനിക്ക് തന്നത് അദ്ദേഹത്തിന് ലാൻഡ് നമ്പറാ. അതിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അയ്യോ, അപ്പൊ പിന്നെ നീ എന്ത് ചെയ്യും? അത് സാരമില്ല, അഡ്രസ്സ് കയ്യിലുണ്ടല്ലോ. നീ എപ്പോഴാ അങ്ങോട്ട് പുറപ്പെടുന്നത്? ഇപ്പം തന്നെ ഇറങ്ങാമെന്നാ വിചാരിച്ചിരുന്നത്. പക്ഷേ ഈ ഹോട്ടലിൽ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് എനിക്ക് പോകേണ്ട സ്ഥലം പാലക്കാട് നിന്ന് കുറച്ച് ഉള്ളിലാണ്. ഏതാണ്ട് ഒരു 10-25 കിലോമീറ്ററെങ്കിലും കാണും. അപ്പൊ പിന്നെ എങ്ങനെയാ നീ തീരുമാനിച്ചിരിക്കുന്നത്? ഇന്നിപ്പോൾ ലേറ്റായില്ലേ, വെളുപ്പിനെ പോകാമെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ രാവിലെ തന്നെ അയാളെ കാണാനും പറ്റിയേക്കും. സൂക്ഷിച്ചു പോണേ മോനെ. അമ്മ പേടിക്കാതെ. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ എൻ്റെ മോനെയും കൊണ്ടേ തിരിച്ചു വരൂ. ആ, വെളുപ്പിനെ എഴുന്നേൽക്കേണ്ടതല്ലേ? നീ കിടന്നോ. എന്തെങ്കിലും കഴിച്ചോ നീ? ആ,
ഫുഡ് ഞാൻ താഴെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ കൊണ്ടുവരും. അമ്മ കഴിച്ചോ? അമ്മ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല അല്ലേ? നീ എത്തിയിട്ട് വിളിക്കട്ടെ എന്ന് കരുതി കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ഞാൻ എത്തിയല്ലോ, ഇനി അമ്മ പോയി എന്തെങ്കിലും കഴിക്കേ. ഹലോ ഹലോ, അമ്മ കേൾക്കുന്നുണ്ടോ? ആ, ഞാൻ കഴിച്ചോളാം. അങ്ങനെ പറഞ്ഞാൽ പോരാ, കഴിക്കണം. രാവിലെ ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ വിളിച്ചോളാം. അമ്മേ, ഒരു വിഷമവും വേണ്ട, എല്ലാം ശരിയാവും. എത്ര കഷ്ടപ്പെട്ടിട്ടായാലും മോനെ ഞാൻ അഴകത്തേക്ക് കൊണ്ടുവരും. ദൈവമേ, എന്റെ പൊന്നു ചേച്ചി, ഇങ്ങനെ നോക്കിയിരിക്കാതെ അതൊക്കെ എടുത്ത് കഴിക്കേ. ഞാൻ വിളമ്പിത്തരാം. അയ്യോ വേണ്ട, ഞാൻ എടുത്തോളാം. അല്ല, ബാലാമണി എന്തെങ്കിലും ആലോചിച്ചിരിക്കുന്നേ? ആഹാരം കഴിക്കാൻ കൊണ്ടിരുത്തിയിട്ട് നേരെ എത്രയെന്ന് അറിയോ? വെറുതെ ഓരോന്നാലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കാതെ ബാലാമണി, ഒക്കെ ശരിയാവും. അമ്മ കഴിച്ചില്ലല്ലോ, വാ ഇരിക്കെ. ഞാൻ പിന്നീട് കഴിച്ചോളാം മോളെ. ഇനി അതിനായിട്ടൊരു സമയം മാറ്റിവെക്കുന്ന എന്തിനാ? അമ്മ ഇരുന്ന് കഴിച്ചേ, വാ. സാറ് നേരത്തെ പറഞ്ഞില്ലേ, ഓരോന്നോർത്തും മനസ്സ് വിഷമിപ്പിക്കരുതെന്ന്. വിഷമമല്ല, വെറുപ്പാ എനിക്ക് തോന്നുന്നത്. ചിലരെയൊക്കെ ഞാൻ കണ്ണുമടച്ച് വിശ്വസിച്ചു പോയതുകൊണ്ട് എന്നോട് തന്നെ എനിക്ക് വെറുപ്പ്. എന്താ അമ്മ ഇത്? തെറ്റ് ചെയ്തത് ഞാനാ. അതുകൊണ്ട് അവളിങ്ങനെ ഓരോന്നൊക്കെ പറയുമ്പോ അവളെ കുറ്റപ്പെടുത്താൻ കഴിയില്ലല്ലോ. അമ്മേ, നമ്മുടെ ബാലാമണിയല്ലേ, അവക്ക് എത്ര നിച്ചിട്ടാ അമ്മയോട് പിണങ്ങി നടക്കാൻ പറ്റാ? സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ വെറുക്കാൻ അവൾക്ക് കഴിയും. അവൾ എന്നോട് ക്ഷമിക്കണമെങ്കിൽ ഞാൻ ആ കുഞ്ഞിനെ അവൾക്ക് തിരിച്ചു കൊടുക്കണം. അനന്തുവിനെ കൊണ്ട് അതിന് കഴിഞ്ഞാൽ ബാലാമണിക്ക് അവളുടെ മകനെയും എനിക്കെന്റെ ബാലാമണിയെയും തിരിച്ചു കിട്ടും. കഴിയുമേ. അനന്തു അവന്റെ മകനെ കൊണ്ടുവരും. ബാലാമണി ഈ രീതിയിൽ പ്രതികരിക്കുമെന്ന് അമ്മ ഒട്ടും പ്രതീക്ഷിച്ചില്ല. രണ്ടും തമ്മിൽ തല്ലട്ടെ, അത് തന്നെ ഏട്ടത്തി നമുക്ക് നല്ലത്. ഇനി എന്തായാലും ആജ്ഞാപിക്കാനോ അനുസരിപ്പിക്കാനോ ഒന്നും അവൾ ആ ബാലാമണി വരില്ലല്ലോ. അമ്മയെ സമ്മതിക്കണം. ആ കുഞ്ഞിനെ അവളുടെ അടുത്തുനിന്ന് മാറ്റിയിട്ട് ഒന്നും അറിയാത്ത പോലെ അമ്മ അവളോടൊപ്പം ചിരിച്ചും സന്തോഷിച്ചും നടന്നില്ലേ? ഇതൊക്കെ അറിഞ്ഞപ്പോ എനിക്ക് പേടിയാവുക. അതെന്തിനാ? അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ബാലാമണിയെയാ. അവളോട് ചെയ്തത് ഇങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മളോട് എന്തായിരിക്കും? അതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും അരവിന്ദേട്ടനോട് പറഞ്ഞ് ഇവിടുന്ന് മാറിയാലോ എന്ന് ആലോചിക്കുക. മണ്ടത്തരം കാണിക്കല്ലേ. ഇത്രയും നല്ലൊരു അവസരം നമുക്കൊക്കെ ഇനി കിട്ടോ? ആ കുഞ്ഞിനെ തിരിച്ചു കിട്ടാതെ ബാലാമണി ഇനി ഒരിക്കലും അമ്മയോട് ക്ഷമിക്കില്ല. അതിനെയാണെങ്കിൽ ഒരിക്കലും തിരിച്ചു കിട്ടാനും പോകുന്നില്ല. അങ്ങനെ അങ്ങ് ഉറപ്പിക്കൊന്നും വേണ്ട. അനന്ത് പാലക്കാട് നിന്ന് വരുന്നത് ആ കുട്ടിയും കൊണ്ടാണെങ്കിലും. എന്താ എടുത്ത് എന്താ പറഞ്ഞേ? അപ്പൊ നീയൊന്നും അറിഞ്ഞില്ലേ? ബാലാമണിയുടെ കുഞ്ഞിനെ അന്വേഷിച്ച അനന്ത് പാലക്കാട്ടേക്ക് പോയിരിക്കുന്നെ. അവിടെ ഏതോ വീട്ടില് ആ കുട്ടിയുണ്ടത്രേ. അതിനെയും കൊണ്ടാവൻ വരും.
എന്നെ അറിയിക്കാതെ ഇവിടെ ഇങ്ങനെ ചില സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അല്ലേ? അതോ ഇനി അതും നീ അറിഞ്ഞില്ലേ? എന്ത്? നിന്റെ കുഞ്ഞിനെ തിരക്കി അനന്ത് പാലക്കാട്ടേക്ക് പോയ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ആരെ എങ്ങോട്ടും പറഞ്ഞു വിട്ടിട്ടൊന്നുമില്ല. പാലക്കാട് പോകുന്ന കാര്യം അനന്ത് നിന്നോട് പറഞ്ഞാണുമല്ലോ. പോകണ്ടെന്ന് നീ പറയാത്തതെന്താ? കവിതേ, ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിന് പലതും ചെയ്തുന്നിരിക്കും. ഞാൻ അതിനൊന്നും ആരോടും അഭിപ്രായം പറയാൻ പോവാറില്ല. ഒരു കാര്യം നീ ഓർത്തു വെച്ചോ. അനന്തു ആ കുഞ്ഞിനെ കൊണ്ട് തിരിച്ചു വരുമെന്നും പിന്നീട് അങ്ങോട്ട് അനന്തുവുമൊത്ത് ഈ അഴകത്തെ വീട്ടിൽ നിനക്ക് സുഖമായിട്ട് കഴിഞ്ഞു കൂടാമെന്നും വല്ല വിചാരം ഉണ്ടെങ്കിൽ അത് വേണ്ട. ഞാൻ അതിന് സമ്മതിക്കില്ല. അതിന് നിന്റെ സമ്മതം ഇവിടെ ആർക്ക് വേണം? എന്താ എന്താ നീ പറഞ്ഞേ? അനന്തുവേട്ടനൊത്ത് ജീവിക്കണം എന്ന് എനിക്ക് തോന്നിയാൽ അതിനെന്തിനാ നിന്റെ സമ്മതം? ഓ, അപ്പൊ നിന്റെ ഉദ്ദേശം അതായിരുന്നല്ലേ? നാണം ഉണ്ടോടി നിനക്ക്? നിന്നെയും നിന്റെ കുഞ്ഞിനെയും ഉപേക്ഷിച്ച് എന്നെ താലി കെട്ടിയ അനന്തുവിനെ ഇന്നും ഭർത്താവായി സ്വീകരിക്കാൻ നിനക്ക് ഒരു മടിയുമില്ലേ? അനന്തുവേട്ടൻ എന്റെ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവന്നാൽ അപ്പൊ എനിക്ക് തോന്നുന്നത് പോലെ എന്ത് തീരുമാനം വേണമെങ്കിലും ഞാൻ എടുത്തു വന്നിരിക്കും. അതിനൊന്നിനും നീ എനിക്കൊരു തടസ്സമേ അല്ല കവിതേ. അനന്തുവേട്ടനൊത്തൊരു ജീവിതം വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചാൽ ആ നിമിഷം നീ ഈ വീടിന്റെ പടിക്ക് പുറത്താ. അത് ഓർമ്മയിരിക്കട്ടെ നിനക്ക്. ഗുഡ് മോർണിംഗ് ചേട്ടാ. ഗുഡ് മോർണിംഗ് സർ. എനിക്ക് ഇവിടുത്തെ ഡോക്ടറെ ഒന്ന് കാണണം. വലിയ ഡോക്ടറോ അതോ ചെറിയ ഡോക്ടറോ? വലിയ ഡോക്ടർ എന്ന് പറയുമ്പോൾ സ്വാമിനാഥൻ സാറ്. ആ അത് തന്നെ അത് തന്നെ. എനിക്ക് അദ്ദേഹത്തിനെ കാണേണ്ടത്. ശരി, ഒരു മിനിറ്റ്, ഞാനിപ്പോൾ ചോദിച്ചിട്ട് വരാം. ചേട്ടാ, ഡോക്ടർ അഭിരാമി പറഞ്ഞിട്ട് കാണാൻ വന്നതാന്ന് കൂടി പറഞ്ഞേക്കണം കേട്ടോ. ശരി. സത്യമാണോ ഏട്ടാ? നമ്മുടെ ബാലാമണി അങ്ങനെ പറഞ്ഞോ? അതേന്നേ, കവിതയുടെ മുഖത്ത് നോക്കി അനന്തുവേട്ടൻ കുഞ്ഞിനെയും കൊണ്ട് തിരിച്ചു വന്നാൽ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ എന്ത് തീരുമാനം എടുക്കുമെന്ന് അവള് പറയുന്നത് ഞാൻ കേട്ടു. അപ്പോ അനന്ത് കുഞ്ഞിനെയും കൊണ്ട് തിരിച്ചു വന്ന് കഴിയുമ്പോ അവന്റെ ഭാര്യയായിട്ട് ജീവിക്കാൻ ബാലാമണി തയ്യാറാണെന്ന് അല്ലേട്ടാ? എനിക്കും അങ്ങനെ തന്നെയാ തോന്നണത്. കവിതയോട് ഏതായാലും അവള് വെറും വാക്ക് പറയില്ലല്ലോ. ബാലാമണി പറഞ്ഞതുപോലെ തന്നെ പ്രവർത്തിക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കും ഏട്ടാ. അതിന് രണ്ട് കാരണങ്ങളാ ഉള്ളത്. ഒന്ന്, എനിക്കെന്റെ മരുമകളെ തിരിച്ചു കിട്ടും. പിന്നെ എന്റെ അനന്തുവിന്റെ ജീവിതം അതോടെ രക്ഷപ്പെടും. ഈശ്വര, അങ്ങനെ തന്നെ സംഭവിച്ച മതിയായിരുന്നു. എന്റെ ആഗ്രഹം അത് തന്നെയാ സുമംഗലേ. ആരോടും പറയണില്ലെങ്കിലും അവളെ ഓർത്ത് എന്റെ ഉള്ളിൽ നീറുണ്ട്. അവൾക്കായിട്ടൊരു ജീവിതം വേണ്ടേ, കുടുംബം വേണ്ടേ? ഇതൊക്കെ ആയിരുന്നു എപ്പോഴും എന്റെ ചിന്തകൾ. ഇതിപ്പോ ബാലാമണി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോ എന്റെ മനസ്സിന്റെ ആധി എന്തുമാത്രം കുറഞ്ഞുന്നോ. അവൾക്കൊരു നല്ല ജീവിതം ഉണ്ടായാൽ അതിൽ കവിഞ്ഞ് എന്ത് സന്തോഷാ സുമംഗലേ നിന്റെ ഈ ഏട്ടന് വേണ്ടത്. ഒക്കെ നടക്കും ഏട്ടാ. മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ ആരെയും ദ്രോഹിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് ഈശ്വരൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. ബാലാമണി അവളുടെ കുഞ്ഞിനും അനന്തുവിനൊപ്പം സന്തോഷത്തോടെ ഈ അഴകത്ത് വീട്ടിൽ ജീവിക്കുന്നത്
നമുക്ക് കാണാൻ പറ്റും. തിരുമേനി പ്രശ്നം നോക്കി പറഞ്ഞത് ഏട്ടൻ ഓർക്കുന്നോ? ബാലാമണിയുടെ കുഞ്ഞ് തിരിച്ചു വരുന്നതോടെ അഴകത്തെ ദുരിതങ്ങളെല്ലാം അവസാനിക്കുമെന്നാ അന്ന് അദ്ദേഹം പറഞ്ഞത്. അത് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. നീ പറയുന്നതൊക്കെ കേൾക്കുമ്പോ ഈ ഏട്ടൻ ഒരുപാടങ്ങ് മോഹിക്കുക. പക്ഷേ നമ്മൾ രണ്ടുപേരും ഈ കാര്യത്തിൽ എത്രമാത്രം പ്രതീക്ഷ വെച്ച് പുലർത്തിയാലും ആ പ്രതീക്ഷകൾക്കൊക്കെ തടസ്സമായിട്ട് നിൽക്കുന്ന ഒന്നുണ്ടല്ലോ, കവിത. അവള് അനന്തുവിന്റെ ജീവിതം വിട്ട് ഒഴിഞ്ഞു പോകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ല സുമംഗലേ, എന്റെ ബാലാമണിക്കൊരു നല്ല ജീവിതം ഉണ്ടാകാനും അവള് സന്തോഷമായിട്ട് കഴിയാനും കവിത സമ്മതിക്കില്ല. അനന്തുവിന്റെ ഒപ്പം ജീവിക്കണമെന്ന് എന്റെ ബാലാമണി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവളുടെ ആ ആഗ്രഹം നടന്നിരിക്കും. ആരും അതിനൊരു തടസ്സമാവില്ല. ആരും. ആരടത്? ഹലോ. എടാ ഇത് ഞാനാ. ചേച്ചിയോ? ചേച്ചി 2-3 ദിവസമായി വിളിച്ചില്ലല്ലോ ഞാനിപ്പോ ആലോചിച്ചേ ഉള്ളൂ. നീ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ, അതുകൊണ്ടാ ഞാൻ വിളിച്ചത്. അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോടാ? ഇവിടെ ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങളല്ലേ ഉള്ളൂ. അതെന്തെങ്കിലും ആവട്ടെ. ചേച്ചി ഇപ്പൊ വിളിച്ചത് ഏതായാലും നന്നായി. എന്നെ SP വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോ അവരെ കണ്ടിട്ട് വരുന്ന വഴിയാ. ഞാനിവിടെ ഉണ്ടെന്നോ മറ്റോ നീ അവരോട് പറഞ്ഞോ? അത് ഞാൻ പറയോ? അവരെന്തിനാ നിന്നെ വിളിപ്പിച്ചത്? ഇങ്ങനെ പോയാൽ കേസ് തണുത്തു പോകുന്ന SP പറയണത്. എന്ന് വെച്ചാ? ചേച്ചി, കേസ് ബലപ്പെടുത്താൻ വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എന്ത് ചെയ്യാൻ? എന്താ വേണ്ടതെന്ന് ചേച്ചി തന്നെ ആലോചിച്ച് തീരുമാനിക്കും. പക്ഷേ എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് ചെയ്യണം. അല്ലെങ്കിൽ ചേച്ചി ഉദ്ദേശിക്കുന്ന പോലെ ഒരു കാര്യവും നടക്കില്ല. പറ്റുന്നുണ്ടെങ്കിൽ അഴകത്തൊരു ബോംബിടണം. അത് തന്നെയാണ് SP പറയണത്. എന്താന്ന് വെച്ചാൽ ചേച്ചി എന്നെ ആലോചിച്ച് തീരുമാനിക്കും. ഹലോ. അനന്തു ആ കുഞ്ഞിനെ അന്വേഷിച്ചാ പാലക്കാട് പോയിരിക്കുന്നത്. അതിനെയും കൊണ്ട് അയാൾ അഴകത്തേക്ക് തിരിച്ചു വന്ന പിന്നെ എനിക്കവിടെ നിന്ന് ഇറങ്ങാം. അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. ഞാൻ പറയുന്നത് വല്ലതും സോളമൻ ശ്രദ്ധിക്കുന്നുണ്ടോ? അനന്തുവിന്റെ വരവ് തടയാൻ എന്തെങ്കിലും ചെയ്യണം. ഒരു കാരണവശാലും ആ കുഞ്ഞിനെ അയാളുടെ കയ്യിൽ കിട്ടാൻ പാടില്ല. അതിനുവേണ്ടി ഇപ്പൊ അനന്തുവിനെ ഇല്ലാതാക്കിയേ തീരുവെങ്കിൽ അതും ആവാം. സോളമൻ എന്താ ഈ ആലോചിച്ച് കൂട്ടുന്നേ? ഞാൻ ആകെ കൺഫ്യൂഷനില്ല കവിതേ. ശരിക്കും അനന്തു ഇപ്പൊ എന്തിനാ പാലക്കാട് പോയിരിക്കുന്നത്? ഞാൻ പിന്നെ ഇത്രയും നേരം പറഞ്ഞതെന്താ? ബാലാമണിയുടെ കുഞ്ഞിനെ അന്വേഷിച്ച്. ആ കുഞ്ഞ് രുക്മിണിയുടെ കയ്യിലല്ലേ? അപ്പൊ പിന്നെ അതിനെ അന്വേഷിച്ച് അനന്തു പാലക്കാട് പോകേണ്ട ആവശ്യം എന്താ? കവിതയ്ക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? രുക്മിണിയുടെ കയ്യിൽ ബാലാമണിയുടെ കുഞ്ഞിരിക്കുമ്പോൾ അനന്തു രുക്മിണിയല്ലേ പോയി കാണേണ്ടത്? അല്ല, ഈ രുക്മിണി ഇപ്പൊ എവിടെയുണ്ട്? അവരുടെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടണ്ടേ? കവിത അന്ന് എനിക്ക് തന്ന നമ്പറിൽ ഞാൻ കുറെ തവണ വിളിച്ചു. എപ്പോഴും മൊബൈൽ സ്വിച്ച് ഓഫാ. ഇനി ചിലപ്പോ കുഞ്ഞിനെയും കൊണ്ട് അവരീ നാട്ടിൽ നിന്ന് തന്നെ പോയി കാണും. അങ്ങനെ പോകേണ്ട കാര്യം എന്താ? കുഞ്ഞിനെ അഴകത്തമ്മയെ ഏൽപ്പിച്ച് കിട്ടുന്ന കാശ് മേടിക്കണം. അതാണല്ലോ അവരുടെ ഉദ്ദേശം. ഏതായാലും
കുഞ്ഞിനെ അവർ ഇതുവരെ അഴകത്തമ്മയ്ക്ക് കൊടുത്തിട്ടില്ല. പിന്നെ അവരെങ്ങനെ ഈ നാട്ടിൽ നിന്ന് പോവും? ചിലപ്പോ ഇവിടെ നിന്നും പോകാൻ തക്കതായ എന്തെങ്കിലും ഒരു പ്രശ്നം അവർക്കുണ്ടായിട്ടുണ്ടെങ്കിലോ? കവിത എന്താ ഉദ്ദേശിക്കുന്നത്? എന്റെ സംശയം അവര് പാലക്കാട് പോയിട്ടുണ്ടാവുന്ന ആ വിവരം അമ്മയെ വിളിച്ച് അറിയിച്ചിട്ടുമുണ്ട്. അതുകൊണ്ടായിരിക്കാം അമ്മയുടെ നിർദ്ദേശപ്രകാരം അനന്ത് പാലക്കാട്ടേക്ക് പോയത്. ഞാനേതായാലും ഒരു കാര്യം ചെയ്യാം. ഈ രുക്മിണിയുടെ അനിയനൊരുത്തനുണ്ട്, ഒരു സുമേഷ്. ആളൊരു തല്ലിപ്പൊളിയാ. അവനെ ഒന്ന് കൈ കിട്ടുമെന്ന് നോക്കട്ടെ. അവനെ കൈ കിട്ടിയാൽ നമുക്ക് ആ കുഞ്ഞിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. കവിത ഇങ്ങനെ ടെൻഷനാവാതെ. ആ കുഞ്ഞ് പാലക്കാടായാലും ഈ നാട്ടിലായാലും അനന്തുവിന് ഞാൻ അവനെ കൊടുക്കില്ല. കവിതയ്ക്ക് വേണ്ടി സോളമൻ ആ കുഞ്ഞിനെ പൊക്കിയിരിക്കും. ഇതുറപ്പാ. കവിതയ്ക്ക് സോളമൻ തരുന്ന ഉറപ്പ്.